ശ്രദ്ധിക്കണേ, കൈ കൊള്ളാൻ നോക്കണം. ദിസ് ഈസ് ത്രാടക. ഇന്ന് ശിവരാത്രിയാണ്. ശിവന്റെ മൂന്നാം കണ്ണ് എന്നൊക്കെ പറയുന്ന നമ്മുടെ തലച്ചോറിനകത്തുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആക്ടിവേഷനാണ്. ശ്രദ്ധിക്കും മക്കളെ, ശ്രദ്ധിക്കും പ്ലീസ്. കൈ കൊള്ളാൻ നോക്കിക്കോണം. ദിസ് ഈസ് വെരി പവർഫുൾ മെത്തേഡ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് സൗകര്യം പോലെ നോക്കിക്കോണം. ഇതിന് ഒത്തിരി ആശയങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ശിവരാത്രി ആവട്ടെ ഈശ്വരൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രെയിനകത്തുള്ള തലച്ചോറിനകത്തുള്ള മെമ്മറികളെയും ന്യൂറോൺസിനെയും ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തഡാണ് നമ്മൾ ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മൾ മൺമറന്നു പോയ നമ്മുടെ പിതാമഹന്മാർ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച ആളുകൾ, അവരെല്ലാം നല്ലൊരു കൂടി വേണം നമുക്ക് ചെയ്യാൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണടയ്ക്കാതെ ആ തള്ളവരിലേക്ക് ആ ലൈറ്റിലേക്ക് നോക്കണം. പരീക്ഷ മാത്രമല്ല, നമ്മുടെ ജീവിതം അങ്ങനെയാണ്. ഏത് പ്രാധാന്യം കൊടുക്കണം, ഏത് പ്രാധാന്യം കൊടുക്കണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുക. അവനവൻ തന്നെ തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കൃത്യമായ ഉത്തരങ്ങൾ ഉണ്ടാവും. റെഡി? Just close your eyes. ശാന്തമായ തിരമാലകളില്ലാത്ത അതിമനോഹരമായ കടൽ തീരം, അതിമനോഹരമായ പൂന്തോട്ടം, അതിമനോഹരമായ പൂന്തോട്ടം നിങ്ങൾ കാണുന്നു. ആ പൂന്തോട്ടത്തിന് നടുവ് അതിമനോഹരമായ കൽമണ്ഡപം, ധാരാളം കുത്തുമണികളുള്ള അതിമനോഹരമായ കൽമണ്ഡപം. ആ കൽമണ്ഡപത്തിന്റെ നടുക്ക് അതിമനോഹരമായ സിംഹാസനം, രത്നങ്ങളും വജ്രങ്ങളും പതിപ്പിച്ച അതിമനോഹരമായ ആ സിംഹാസനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവസങ്കല്പത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആ സിംഹാസനത്തിലേക്ക് എത്തുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആ സിംഹാസനത്തിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ എല്ലാം അതുമായി പങ്കുവയ്ക്കുക. ഒരു പ്രകാശ വലയം നിങ്ങളെ ആവരണം ചെയ്യുന്നു. നിങ്ങളുടെ വിശ്വാസത്തെ, നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തിരികെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ശൂന്യമായ സിംഹാസനം കാണുന്നു. ശാന്തമായ അതിമനോഹരമായ പൂന്തോട്ടം കാണുന്നു. ശാന്തമായ തിരമാലകളില്ലാത്ത അതിമനോഹരമായ കടൽ തീരം കാണുന്നു. നിങ്ങൾ സാവധാനം കണ്ണുറക്കരുത്. നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പരിപൂർണ്ണ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് എത്തുകയാണ്. അപ്പോൾ മോളുടെ ബയോളജി മാർക്ക്, ഞാനൊരു ബയോളജി അധ്യാപകനാണ്. മോളുടെ ബയോളജി മാർക്കാണ് നോക്കാം. തീരുമാനം എടുക്കുന്നോ? 80 അല്ലേ? അവിടെ വെയിറ്റ് ആ വഴിയുടെ ബയോളജി മാർക്ക്. ഓക്കെ, തീരുമാനിച്ചോ? മാറ്റില്ലല്ലോ, അവരിപ്പോൾ മാറ്റിയോ? അവിടെ ഇട പോണേ. അവരെ ഗ്രേഡ് അവരെ മരുന്നാ അവന്റെ ഗ്രേഡാണ്, ടോട്ടൽ ഗ്രേഡ് 12 സബ്ജക്റ്റില്ലേ? 12 10 പ്ലസ് പ്ലസ് 6 A പ്ലസ്. അതാണ് ഇതിന്റെ താല്പര്യം. എത്ര A പ്ലസ് നോക്കാൻ പോകും? അവൻ A പ്ലസ് ആണ് നോക്കാൻ പോകും. തീരുമാനം എടുത്തോ? എത്ര A പ്ലസ് ആണ് നിങ്ങൾക്ക് വേണമെന്ന് തീരുമാനം എടുത്തോ? യെസ്, തീരുമാനം ഉണ്ടല്ലോ. എന്നാണ് എഴുതു 5 A പ്ലസ് ആണോ? എല്ലാ അവരുടെ ബന്ധം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ വീട്ടിൽ പോയി ചെയ്യണം കേട്ടോ. ഇത് ജസ്റ്റ് ഡബോയാണ്. മ്യൂസിക്കാണ് കാര്യം. മ്യൂസിക്കാണ് കേട്ടോ. ഇത് വിജയത്തിന്റെ പരീക്ഷണമാണ്. വിജയിക്കും വലിയ ഉറപ്പൊന്നുമില്ല. നമുക്ക് നോക്കാം അല്ലേ? നോക്കാം. ഓക്കെ,
അപ്പോൾ നോക്കി നമ്മളെ സംബന്ധിച്ച് പരീക്ഷയാണ്, റിസൾട്ടാണ്, കാര്യങ്ങൾ മാത്രമാണ്. ഇനി നോക്കാം. ഇനി നമ്മൾ വരയ്ക്കാൻ പോകാം. അതിനെ കാണിക്കല്ലേ, ഒരു സ്പൂൺ ഉണ്ടായിരുന്നു, ഒരു സ്പൂൺ ഉണ്ടായിരുന്നു, ഉണ്ടോ അക്കമുണ്ടോ, അക്കമുണ്ടോ ഉണ്ടോ? ബ്ലാക്കാണോ? അത് ബ്ലാക്കാണോ? ആണോ? അവിടെ കയ്യിലിരിക്കുന്ന ചീട് കാണിക്കൂ, 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 വരയ്ക്കൂ. ആ റഫ് വരച്ചാൽ മതി. അവിടെ കാണിച്ചേ. അവിടെ മാറ്റം നോക്കാം.